ഹലോ, ഗാൽവിന ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ ഞാൻ ഇന്ന് വന്നത് കുറേ പേര് ആ ഹണ്ടറിൻ്റെ വീഡിയോ കണ്ടിട്ട് പാമ്പിൻ്റെ വീഡിയോ പാമ്പ് കടിച്ച വീഡിയോ അത് കണ്ടിട്ട് അവനെങ്ങനെയുണ്ട്, ഹെൽത്തി ആണോ, ഇപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യണത്. അവന് കുഴപ്പമൊന്നുമില്ല, അവൻ ഓക്കെയാണ്. പിന്നെ പിന്നെ പിറ്റ്ബുള്ള് അങ്ങനെയുള്ള കുറേ പട്ടികളെ നിരോധിച്ച് അതൊക്കെ ശരിക്കും ചെറിയൊരു സങ്കടം ഉണ്ടാക്കും. വേറെ ഒന്നുമല്ല, അവർ ടേക്ക് കെയർ ചെയ്യണം, പോലെ ഒരു വീട് ടേക്ക് കെയർ ചെയ്യാൻ എന്നുവെച്ചാൽ ഇപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ പിറ്റ്ബുള്ള് ഭയങ്കര ഇതാണ്. എന്ന് വെച്ചാൽ അവൻ ഒരു പൂച്ചനെ പോലും അകത്തോട്ട് കയറ്റില്ല, പൂച്ചയല്ല എല്ലിനെ പോലും അകത്തോട്ട് കയറ്റില്ല. അങ്ങനെ ഒരു ഇത് ഇപ്പോൾ ഈ പിള്ളേരെ പിടിക്കണം കുറേ ആൾക്കാർ ഇറങ്ങി നടക്കുന്നുണ്ടെന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ഒരു ടൈമിൽ ഒരു വീട്ടിൽ ഇങ്ങനെയുള്ള ഒരാളുള്ളത് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്, ഭയങ്കര ഹെൽപ്പാണ്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഹണ്ടർ 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 കം ബാ. ആളിവിടെ ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. ഇവനുള്ളതുകൊണ്ടാണ് ശരിക്കും ഇവനുള്ളതുകൊണ്ടാണ് ശരിക്കും ആ പാമ്പിൻ്റെ അടുത്തുനിന്ന് ഞങ്ങളുടെ എന്ന് വെച്ചാൽ പിള്ളേർ ഓടിക്കളിക്കുന്ന സ്ഥലമൊക്കെയാണ്. അതിൻ്റെ ഇടയിലും എവിടെ എല്ലായിടത്തും പോകും പിള്ളേർ അപ്പോൾ കളിക്കാനായിട്ട്. അതിൻ്റെ ഇടയിൽ നിന്ന് ഇവൻ എപ്പോഴും ഫുൾ ടൈം, ഞാൻ അധികം ഉറങ്ങണമെന്ന് ഞാൻ അധികം കണ്ടിട്ടില്ല. ഫുൾ ടൈം എന്ന് വെച്ചാൽ ഫുൾ ടൈം വർക്കിലായിരിക്കും, എപ്പോഴും ഓടി നടപ്പും, എല്ലായിടത്തും പോയി നോക്കലും ചെക്ക് ചെയ്യലും. ഇപ്പോൾ ഞങ്ങൾ ഡോർ തുറന്ന് അകത്തോട്ട് ഇറങ്ങി ആദ്യം ഇവൻ ഓടി അകത്ത് കയറി ഫുള്ള് നോക്കിയിട്ട് ഇറങ്ങും. അങ്ങനെയാണ് ഹണ്ടർ ശരിക്കും. അപ്പം പിറ്റ്ബുള്ളൊക്കെ നിരോധിച്ചു എന്ന് പറഞ്ഞപ്പോൾ ശരിക്കും എനിക്ക് നല്ല സങ്കടമായി. ഇവരെ പോലെ വീട് ടേക്ക് കെയർ ചെയ്യണം എന്ന് വെച്ചാൽ എൻ്റെ മക്കൾക്ക് 1 വയസ്സായപ്പോഴാണ് ഒരു വയസ്സായില്ല, അതിന് മുന്നേ ഇവനെ ഞങ്ങൾ എടുത്തത്. അപ്പോൾ അവർ തമ്മിൽ ഭയങ്കര അറ്റാച്ച്മെൻറ്റാണ്. അപ്പോൾ ആ അറ്റാച്ച്മെൻറ്റിൽ ആണ് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ആദ്യം നോക്കണത്, ഹണ്ടർ ആദ്യം പോയി നോക്കണത് ഞങ്ങളെക്കാളും ആദ്യം പോയി പിള്ളേരുടെ മുമ്പിൽ നിൽക്കും. അവരൊക്കെ ആണോ എന്ന് പറഞ്ഞാൽ പിന്നെ അവൻ മാറും. അങ്ങനെയാണ്, അവരുമായിട്ട് ഭയങ്കര അറ്റാച്ച്മെൻറ്റാണ്. അപ്പോൾ ഇപ്പോൾ എലിയാണെങ്കിൽ ഇവിടെ നല്ല എലിശല്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒറ്റ എലിയില്ല, ഒരു പൂച്ച കോമ്പൗണ്ടിൽ കയറില്ല. പിന്നെ അങ്ങനെ ഭയങ്കര ഇതാണ്. പക്ഷേ ഇവിടെ ഞങ്ങൾ 3 പട്ടികളുണ്ട്. വേറെ പട്ടികളായിട്ടൊന്നും വേറെ 3 ബ്രീഡുണ്ട്. ആ 3 ബ്രീഡായിട്ട് ഭയങ്കര കമ്പനിയാണ്, അഗ്രസീവ് ഒന്നുമല്ല. പിന്നെ നമ്മൾ വളർത്തണ പോലെ ഇരിക്കും, നമ്മൾ ഓരോ ബ്രീഡിനെ വളർത്തണ പോലെ ഇരിക്കും അവരുടെ ബിഹേവിയറും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പം ഇയാൾ കുഴപ്പമൊന്നുമില്ല. അയാൾക്ക് ഞങ്ങളെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുന്ന സാധനങ്ങളോട് മാത്രമേ ഉള്ളൂ ഒരു ദേഷ്യം. ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. പിന്നെ ഇപ്പോഴത്തെ കാലത്ത് ഇപ്പോൾ കുറേ ദിവസമായിട്ട് പല സ്ഥലത്തും മറ്റേ എന്താണ് മതി പല സ്ഥലത്തും മറ്റേ പിള്ളേർ പിടുത്തക്കാർ വരുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ ഏരിയയിലൊക്കെ കുറേ പേര് വന്നെന്നൊക്കെ പറയണത് കേട്ടു. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻ, ഇപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് പിള്ളേരുടെ കാര്യത്തിൽ കുറച്ച് മോശമാണ്. നമുക്ക് പേടിച്ചിട്ട് നമുക്ക് പിള്ളേരെ പുറത്തിറക്കാൻ പറ്റാത്തൊരവസ്ഥ. അപ്പോൾ ഈ കുഞ്ഞുങ്ങളെയും കൊണ്ടുകൊണ്ട് എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വീട്ടിനകത്ത് ഇരുന്ന് പുറത്തോട്ട് നിന്നാൽ ഈ നമ്മുടെ മതിൽക്കെട്ടിൻ്റെ ഉള്ളിൽ തന്നെ കളിച്ചുകൊണ്ടിരിക്കുന്ന പിള്ളേരെ എടുത്തുകൊണ്ട് പോകണം. അപ്പം അങ്ങനെയൊക്കെയുള്ള വീഡിയോസൊക്കെ കാണുന്ന, അങ്ങനെയൊക്കെയുള്ള വാർത്തകളൊക്കെ കേൾക്കണം. അപ്പോൾ നമുക്ക് പേടിയാവും. ഇങ്ങനെയൊക്കെയുള്ളൊരു വീട്ടിൽ, അങ്ങനെയൊക്കെയുള്ള ഒരു ലൊക്കേഷനിൽ, അങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങൾ വരുന്ന സമയത്തും ഇങ്ങനെയുള്ള പെറ്റ്സ് വളരെ ഹെൽപ്ഫുള്ളാണ്. അവർ ടേക്ക് കെയർ ചെയ്യണം. നമ്മൾ കെയർ ചെയ്യണത് എത്ര ഭംഗിയായിട്ടാണ്. നമ്മൾ വിചാരിക്കും ഇങ്ങനെ ഒരാൾ ഇപ്പം നമ്മൾ അടുക്കളയിലാണെങ്കിലും പിള്ളേർ കളിച്ചുകൊണ്ടിരിക്കണമെന്നുണ്ടെങ്കിൽ വേറെ ആരെങ്കിലും വന്ന് അറിയണമെങ്കിൽ ഇങ്ങനെ ഒരാൾ തന്നെ വേണം. അപ്പോൾ ഹണ്ടർ എന്ന് പറഞ്ഞാൽ ഫുൾ ഓണാണ്, ഫുൾ ടൈം ചുറ്റുപാട് ഓണാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓക്കെയാണ്, എനിക്കപ്പം വേറെ ടെൻഷനൊന്നുമില്ല. പക്ഷേ എല്ലാ വീട്ടിലും അങ്ങനെ ഉണ്ടാവണമെന്നില്ല. ചിലർക്ക് പട്ടികളോട് ഇഷ്ടക്കേടുണ്ടാവും, വെറുപ്പുണ്ടാവും. അപ്പോൾ എല്ലാവരും അങ്ങനെ ആവണമെന്നില്ല. അപ്പം ഇങ്ങനെ ഒരാളുള്ളത് ശരിക്കും നല്ലതാണ്. പിന്നെ നമ്മൾ അവരെ കെട്ടിയിട്ട് വളർത്തണേക്കാളും ഏറ്റവും നല്ലത് നമ്മൾ എല്ലാവരുമായിട്ട് അറ്റാച്ച്ഡ് ചെയ്ത് കോമണായിട്ട് അങ്ങനെ അങ്ങനെ ഒരു രീതിയിൽ ഫ്രീ ആയിട്ട് കുറച്ച് ഫ്രീഡമൊക്കെ കൊടുത്ത് വളർത്തുന്നതാണ് ഏറ്റവും നല്ലത്. അങ്ങനെയുള്ളവർ ഒരിക്കലും അഗ്രസീവ് ആവില്ല.
പിന്നെ പിറ്റ്ബുള്ളൊക്കെ അങ്ങനെ അഗ്രസീവ് ആവണമെങ്കിൽ അവരുടെ ഫുഡ് കറക്റ്റ് ആവില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ വളർത്തണ പോലെ ഇരിക്കും എന്ന് പറയണതായിരിക്കും ശരി. പിന്നെ വീട്ടിൽ പിള്ളേരെ കെയർ ടേക്ക് അല്ല, പിള്ളേരെ നോക്കാനും പിന്നെ നമ്മൾ നമ്മൾ പുറത്തുനിന്ന് ഒരാൾ അതിക്രമിച്ച് അകത്തോട്ട് കയറാണ്ടിരിക്കാനും ഏറ്റവും നല്ലത് പട്ടികളെ വളർത്തുന്നത് തന്നെയാണ്. അപ്പം ഞാൻ പിറ്റ്ബുള്ളിനെ നിരോധിക്കുന്ന കാര്യം പറഞ്ഞപ്പോഴേക്കും എനിക്ക് കുറച്ച് ഇമോഷണലായി, എനിക്ക് വിഷമമായി, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. പിന്നെ ആൾ ഇപ്പം ഞങ്ങൾക്ക് നല്ല ഹെൽപ്ഫുള്ളാണ്, പിന്നെ ഭയങ്കര ഫ്രണ്ട്ലിയാണ് ആൾ കേട്ടോ. അപ്പം അവൻ ഓക്കെയാണ്, പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോയിൽ വന്നത്. പറഞ്ഞു വന്നപ്പോൾ കുറച്ച് കൂടിപ്പോയി. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.